വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക താൻ ശുദ്ധ നാമത്തെ പേർത്തും വാഴ്ത്തുക തൻ ശുദ്ധ നാമത്തെ പേർത്തും പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ വാഴ്ത്തുക നീ. 114 സങ്കീർത്തനം. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ നടുയിടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദാവിൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടുകൂടി യോർദാൻ പിൻവാങ്ങിപ്പോയി. പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളി. സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളുന്നതെന്ത്? ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോബിൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കാം. അവൻ പാറയെ ജലതടാകവും തീക്കലിനെ നീരുറവുമാക്കിയിരിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസമാണല്ലോ. കർത്താവെ, ഇന്ന് ആരാധിപ്പാൻ കർത്താവിൻ്റെ ജനത്തെ കർത്താവ് കൂട്ടിവരുത്തി. കർത്താവെ, അവിടെ ജനം ആരാധിക്കുന്ന ദിവസമാകുന്നു. ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല കർത്താവിൻ്റെ നാമത്തിലുള്ള കൂട്ടായ്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ത്യ ജസ്റ്റിനെ മെതക്കു സഭയ്ക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്കാട്ടൊരു സഭയ്ക്കും ആരക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദര സഭകൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എൻ്റെ കർത്താവ് ഓർക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നടപടിയായി നിവർത്തിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണം. ജനത്തെ എല്ലാവരെയും കർത്താവ് സന്ദർശിക്കുമാറാകണം. ഇതിനാൽ ഞങ്ങൾക്കൊരു വിടുതൽ കൽപ്പിച്ച് തരുമാറാകണം. ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ദൈവമേ യേശുവെ വലിയൊരു വിടുതലും ആശ്വാസവും കൽപ്പിക്കുമാറാകണം. പിന്നെ നമ്മോട് ഉറക്കറാകട്ടെ. താഴ്ന്നു വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. വീണ്ടും ഒരാഴ്ചവട്ടവും കൂടി നമ്മെ വിട്ട് കടന്നുപോയി. കർത്താവിൻ്റെ വചനത്തിൽ നാം പഠിക്കുന്നത് പോലെ ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു. കർത്താവ് വാക്ക് പറഞ്ഞിട്ടുള്ളതാണ് സ്വസ്ഥത. അതിൻ്റെ മാതൃകയായിട്ടാണ്, മുന്നോടിയായിട്ടാണ് കർത്താവ് 6 ദിവസം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു ദൈവത്തിന് മുൻപാകെ ദൈവം 6-ാം ദിവസം സൃഷ്ടിച്ച മനുഷ്യനോട് ഭൂമിയിലൊക്കെയും നിറഞ്ഞു കവിയുവാൻ കൽപ്പിച്ചു. ദൈവം അതിനു മുമ്പ് ഈ 7-ാം ദിവസം സ്വസ്ഥത ചെയ്തതിൻ്റെ കാരണം ഇനിയും ഈ ജനം ഭൂമിയിലൊക്കെ നിറഞ്ഞു കവിയുമ്പോൾ വരുവാനുള്ളവൻ വരും. ആദാം 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ടവനായി ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് ലോകം മുഴുവൻ നിറഞ്ഞു കവിയുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ, ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം വചനത്തിൽ എഴുതിയിരിക്കുന്നത് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് ആദാം. വരുവാനുള്ളവൻ എന്ന് പറഞ്ഞാൽ യേശുവാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണ് വരേണ്ടത്. ആ രൂപത്തിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് യേശുവിൻ്റെ രൂപം, യേശുവിൻ്റെ സാദൃശ്യം, മുഖഛായ എല്ലാ മാനവരാശിക്കുമുണ്ട് എന്ന് നമ്മൾ പ്രസംഗിക്കുന്നു. അങ്ങനെ ആദാമിനോട് ഇത് കർത്താവ് കൽപ്പിച്ചതിന് ശേഷം ആദാം ഈ സന്താനപുഷ്ടിയുള്ളതായി നിറഞ്ഞു കവിഞ്ഞ്
ഈ ഭൂമിയിലൊക്കെ നിറയുന്ന ഒരു കാലം വരും. 6 ദിവസത്തിന് ഒത്തവണ്ണം തന്നെ ഈ ലോകത്തിലൊരു കാലഘട്ടം കർത്താവ് നിശ്ചയിച്ചിട്ടുള്ളതനുസരിച്ച് പലരും വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് 6000 വർഷം കഴിയുമ്പോൾ 1000 വർഷത്തെ കർത്താവിൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് വരും. ആ 1000 വർഷം മനുഷ്യവംശത്തിനും ഭൂമിക്കും സ്വസ്ഥത ആയിരിക്കും എന്നുള്ളത് ഒരു വ്യാഖ്യാനമാണ്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മളത് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കുന്നില്ല. കാരണം ആദാം മുതൽ യേശുക്രിസ്തു വരെയും അവിടുന്ന് ഇവിടെ വരെയും ഏകദേശം 6000 വർഷം ആയി. ഇനിയുള്ളത് സ്വസ്ഥതയാവേണ്ടതാണ്. കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. എന്തായിരുന്നാലും ഭൂമിയിലൊക്കെയും ജനം നിറയണം, ദൈവസഭ രൂപാന്തരപ്പെടണം, കർത്താവിനുള്ള ജനം തികയണം, ജാതികളിൽ നിന്നൊരു കൂട്ടം ജനത്തെ കർത്താവ് എടുക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് തികയണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഏത് സമയമാണ് കർത്താവിൻ്റെ വരവെന്നും കർത്താവിൻ്റെ കാഹള ശബ്ദം എപ്പോൾ കേൾക്കുമെന്നും നമുക്കറിവില്ല. ആ സമയത്തേക്ക് നമ്മെ ഒരുക്കിക്കൊണ്ട് പോവുകയാണ്. ആ ദിവസം, ആ സമയം കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കണം, പ്രധാനദൂതൻ്റെ ശബ്ദം കേൾക്കണം, ദൈവത്തിൻ്റെ കാഹളം കേൾക്കണം. ഇതിനുവേണ്ടി കർത്താവ് ഒരുക്കുന്ന ഒരു കൂട്ടം ജനം ഈ ലോകത്തിലുണ്ട്. കാരണം ആ കാഹളം കേൾക്കുന്ന ജനം, കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുന്ന ജനം എഴുന്നേറ്റ് കർത്താവിനോടുകൂടെ 1000 വർഷം സ്വസ്ഥത അനുഭവിക്കേണ്ടതാണ്, ശബ്ദത്തെ അനുഭവിക്കേണ്ടതാണ്. ആ ശബ്ദത്തെ അനുഭവിപ്പാൻ കർത്താവ് മുൻകൂട്ടി തൻ്റെ ജനത്തിന് കൊടുത്തിട്ടുള്ള നിയമമാണ് ശബത്ത്. ആ ശബത്ത് മാനിക്കാത്തവനെ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല എന്നർത്ഥം. ജാതികൾ ശബത്ത് ആചരിക്കുന്നില്ല, കാരണം അവർക്കത് കൊടുത്തിട്ടില്ല. യഹൂദന്മാരിൽ പലരും ശബത്ത് ആചരിക്കുന്നില്ല. അത് അവരെക്കുറിച്ചുള്ള അത്തരം ഉദ്ദേശമുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമുക്കതിൽ പറയാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഒരു കാര്യം വാസ്തവമാണ്. നാളെ കർത്താവിൻ്റെ ശബത്തിൽ കർത്താവിനോടൊപ്പം ആരെല്ലാം ജീവിക്കാൻ ആരെല്ലാം ശബത്ത് ആ സ്വസ്ഥത അനുഭവിക്കാൻ കർത്താവ് ആരെയെല്ലാം നിശ്ചയിച്ചിട്ടുണ്ടോ അവർ ആഴ്ചയിൽ ഒരു ദിവസം ആരാധനയ്ക്കായി മാറ്റിവെക്കാതിരിക്കാൻ കർത്താവ് സമ്മതിക്കില്ല. അവർക്ക് അത് ദൈവം വെച്ച നിയമമാണ്. ആ ദിവസത്തെ ആദരിച്ചേ പറ്റൂ. ആ ദിവസം അവർ മാനിച്ചേ മതിയാവും. കാരണം നാളെ ദൈവത്തിൻ്റെ നീതിക്ക് അവർ എതിരായി വരരുത്. ദൈവത്തിൻ്റെ നീതി ശബത്ത് മാനിക്കാത്തവനെ ആ ദിവസം ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് സമ്മതിക്കുകയില്ല എന്നുള്ളത് ദൈവിക നീതിയാണ്. അതുകൊണ്ട് തന്നെ അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസത്തെ നമ്മൾ ആദരിക്കുന്നതും ആചരിക്കുന്നതും ഇപ്രകാരമാണ്. നാളെ കർത്താവിനോടൊപ്പം നിത്യതയിൽ വാഴുന്ന ഒരനുഭവത്തിൻ്റെ മുന്നോടിയാണ് ഇന്ന് ഞാൻ ഈ ആഴ്ചയിൽ ഒരു ദിവസം ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അതുകൊണ്ടിന്ന് പൂർണ്ണമായിട്ടും ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത യാഗങ്ങളെ പഴയ നിയമത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന പോലെയല്ല. പിന്നെയോ ക്രിസ്തുയേശുവിൽ ആരാധിക്കുന്നവർക്ക് പുതിയ നിയമത്തിൽ പൂർണ്ണമായിട്ടും സമാധാനത്തിൽ എഴുന്നേൽക്കാൻ കർത്താവ് കൃപ തരുന്നു. അതുകൊണ്ടൊന്ന് നമുക്ക് ഒരു കാര്യം ഓർക്കണം. ഇതാ വരാനിരിക്കുന്നൊരു ശബത്ത്, ഒരു വലിയ ശബത്ത്, കർത്താവിനോടൊപ്പമുള്ള ജീവിതം, അത് വാഗ്ദത്തം കണ്ടുകൊണ്ടാണ്. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഈ ലോകത്തുണ്ട്. അത് കർത്താവ് തരും. ഒരു രാജാവ് നീതിമാനായി വാഴും. അത് നമ്മുടെ കർത്താവാണ്. അന്ന് സകല ദുർഭരണത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കും. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് വിടുവിച്ച് സകല ലോകവും ക്രിസ്തുവിൻ്റെ അധീനതയിൽ കൊണ്ടുവരും. ക്രിസ്തുവിൻ്റെ അധീനതയിൽ കൊണ്ടുവരുന്നതിൻ്റെ മാറ്റം നിലത്ത് ഇഴയുന്ന
ഇഴജന്തുക്കൾക്ക് മുതൽ കാട്ടിലെ വൃക്ഷങ്ങൾക്കും സകല മനുഷ്യവംശത്തിനും ആ മാറ്റം കാണാം. ആ മാറ്റത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. സിംഹം, കാള, കുഞ്ഞാട്, കാട്ടുമൃഗങ്ങൾ ഇതെല്ലാം ഇന്ന് കടിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഒന്നിനെ ഒടുക്കിക്കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് അപ്രകാരം ഉണ്ടാകുകയില്ല. അന്ന് ഒന്ന് മറ്റൊന്നിന് താങ്ങും തണലും സഹായവും സന്തോഷവുമായിരിക്കും. ഇത് കർത്താവ് നോക്കുന്ന വാഗ്ദത്തമാണ്. ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കി ആരെങ്കിലും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊണ്ടാൽ മതി, അവന് ആ വരാനുള്ള സ്വസ്ഥതയ്ക്കുള്ള അവകാശമില്ല. ഒരിക്കൽ കൂടി നമ്മൾ ആ പറഞ്ഞ വാക്ക് ഓർത്തു കൊള്ളണം. ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കി സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, ജീവിക്കട്ടെ, ആരും അസ്വസ്ഥത ജീവിക്കാനില്ല. പിന്നെയോ ഓർത്താൽ മതി, ഈ ലോകത്തിൽ അത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നാളെ അവൻ കർത്താവിൻ്റെ സ്വസ്ഥതയ്ക്കുള്ളവനല്ല. അതിൻ്റെ കാരണം, ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കി ഒരു മനുഷ്യന്, നീതിയുള്ളൊരു മനുഷ്യന് ഹൃദയത്തിൽ സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. ലോത്ത് സോദോമിലും ഗോമോറയിലും വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ നീതിയുള്ള മനസ്സിൽ എപ്പോഴും നൊന്ത് വേദനയെടുക്കും. അതുപോലെ തന്നെ അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ ലോത്ത് വലഞ്ഞു പോകും. അവിടെ നടക്കുന്ന അനീതികളും ദുഷ്കാമ പ്രവൃത്തികളും അതേപോലെ തന്നെയാണ് ഇന്നത്തെ ലോകത്തും. അനീതിയല്ലാതെ നീതി ഈ ലോകത്തിൽ കാണുന്നില്ല. സകല അനീതിയുടെയും മധ്യത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന ഒരു ന്യായവിധി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലും നീതി ഈ ലോകത്തിൻ്റേതായിട്ട് നമുക്ക് കാണുന്നില്ല. അങ്ങനെ ഈ ലോകത്തിൽ കാണുന്ന അനീതിയിൽ നൊന്ത് വേദനപ്പെട്ട് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ജനം. അതുപോലെ തന്നെ ഈ ലോകത്ത് നടക്കുന്ന ദുഷ്കാമ പ്രവൃത്തികൾ മുഴുവനും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദുഷ്കാമത്തിലാണ്. കാമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സകല സന്തോഷങ്ങളും, സകല ബന്ധങ്ങളും, സകല പ്രവർത്തനങ്ങളും, സകല സ്നേഹ സദ്യകളും, സകല കാര്യങ്ങളും അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, അത് ദുഷ്കാമത്തെ ആധാരമാക്കിയിട്ടാണ്. അതിൻ്റെ പ്രത്യക്ഷ ഭാവങ്ങൾ, അതിൻ്റെ പൂർണ്ണതയുടെ ഭാവങ്ങൾ ചില സ്ഥലത്തൊക്കെയും അത് അങ്ങനെ തന്നെ ദുർനടപ്പിൻ്റെ കൂട്ടമായിട്ട് കാണുന്നുണ്ടെങ്കിലും, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ശ്രദ്ധിക്കുന്നവർക്ക് അതിൻ്റെ മറ്റൊരു വിധത്തിലുള്ള പ്രകടനം എവിടെയും ഏത് ബന്ധങ്ങളിലും കാണാം. അതിൽ കൂടി മാത്രമേ മനുഷ്യനെ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള സ്ഥലം വരികയാണ്, എന്നുള്ള സമയം വരികയാണ്. ഇങ്ങനെ വന്നപ്പോൾ ലോത്ത് വലഞ്ഞുപോയി. എന്തു ചെയ്യും? ലോകത്തിൽ ഇങ്ങനെ ഒരു ബന്ധത്തിൽ കൂടി മാത്രമേ ലോകത്തെ കാണാനും ലോകത്തെ അനുഭവിക്കാനും ലോകത്തിൽ ജീവിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നീതിമാനും സമാധാനത്തെ കാക്ഷിക്കുന്നതും ദൈവഭക്തനുമായ ഒരു മനുഷ്യന് ഈ ലോകം എന്നും അസ്വസ്ഥമാണ്. അവരൊരിക്കലും ഈ ലോകം അവർക്ക് സമാധാനം തരികയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞത്. ഇപ്പോൾ ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇപ്പോൾ ഈ ലോകത്തെ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ ദൈവത്തിൻ്റെ ജനത്തിന് സാധിക്കുകയില്ല. അങ്ങനെ കർത്താവിൻ്റെ ജനം ഇതാ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ലൊരു ദിവസം, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും, കർത്താവ് നീതിയോടെ വാഴുന്ന ഒരു ദിവസം, ജനമൊക്കെയും പരസ്പരം ഉത്തരവാദിത്തപ്പെട്ട സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു ദിവസം. ഇത് ഒരു സ്വപ്നം മാത്രമായിട്ട് അനേകർ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഇതാ അത് നമ്മുടെ വാതിക്കൽ എത്തിക്കഴിഞ്ഞു, അത് നമ്മുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു, പക്ഷെ നാളെ കർത്താവിനോടൊപ്പം ഞാൻ സന്തോഷിക്കും. ഇന്ന് ഞാൻ കരയുന്നു, നാളെ ഞാൻ കർത്താവിനോടൊപ്പം ഉല്ലസിക്കും. ഇന്ന് ഞാൻ ഈ ലോകത്തിലെ പ്രവൃത്തി കൊണ്ട് വലഞ്ഞു പോകുന്നു, എന്നാൽ അന്ന് കർത്താവിനോടുകൂടെ ആധിപത്യം പ്രാപിക്കും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. ഈ പ്രത്യാശ ഇന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഒരു പടി കൂടി നമ്മൾ ഉറപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് അത് ഒരു പടി കൂടി ഉറപ്പിച്ച് കിട്ടുകയാണ്.
കാരണം ഒരു ശബത്തനുഭവം ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നാം ഭയപ്പെടുക, നാം ഉത്സാഹിക്കുക, ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാം ഉത്സാഹിക്കണം, ഭയപ്പെടണം. കാരണം ഇതേ വർത്തമാനം കേട്ടവരാണ് യഹൂദന്മാർ, ഇസ്രായേല്യർ, ജഡപ്രകാരമുള്ള ഇസ്രായേല്യർ ഈ ഉപദേശം കേട്ടവരാണ്. കാരണം നിങ്ങൾക്കൊരു ശബത്തനുഭവമുണ്ട്. കർത്താവ് 6 ദിവസം സൃഷ്ടി നടത്തിയതിന് ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നത് പോലെ നിങ്ങൾക്കൊരു ശബത്തനുഭവമുണ്ട്. അന്ന് സകല വിധത്തിൽ നിങ്ങൾക്ക് ആശ്വസിപ്പാൻ ഒരു വക ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് അവർ വിശ്വാസമായി അവരിൽ പരിണമിച്ചില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് ആ സ്വസ്ഥത എടുത്ത് മാറ്റിയതിന് ശേഷം അവർക്ക് അതില്ലാതെ വണ്ണം അവർ ചിതറിപ്പോകാനിടയായി തീർന്നു. അങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കാലാവസാനത്തെങ്കിൽ വന്നതും തൻ്റെ ജനത്തെ വേർതിരിക്കാൻ പ്രവർത്തിച്ചതും ഇന്ന് ദൈവത്തിൻ്റെ സഭയായിട്ട് ആത്മീയ ഇസ്രായേലിയരായി, ആത്മീയ യഹൂദന്മാരായി ദൈവത്തിൻ്റെ സഭയെ കൂട്ടിക്കൊണ്ടുവന്നതും പ്രകാരമാണ്. അതുകൊണ്ട് നാം ഇന്ന് ദൈവത്തിൻ്റെ സഭയായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആകയാൽ ആ അവരെപ്പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. കേട്ട അവരിൽ അത് ഉപകാരമായി ഭവിച്ചില്ല. കാരണം അത് വിശ്വാസമായി പരിണമിക്കായാൽ അവർക്കത് ഉപകാരമായി ഭവിച്ചില്ല. എന്നാൽ നാമോ ഭയപ്പെടുക, നാം ഈ വാക്കുകൾ കേട്ട് ഈ വാക്കുകൾ അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് വിശ്വസ്തയോടെ ജീവിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ദിവസം കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനം എതിരായി തീരാതെ വണ്ണം ആ ദിവസം കർത്താവ് നമുക്ക് അനുകൂലമായിരുന്നു കർത്താവിനോടൊപ്പം ആ ശ്രേഷ്ഠമായ പദവിയിൽ നമുക്ക് ആ സ്വസ്ഥത അനുഭവിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വായിച്ചത് 114-ാം സങ്കീർത്തനമാണ്. 114-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടത്, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. ആത്മീയ ഇസ്രായേലിന് ഒരു ചരിത്രമുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ സഭ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ മാനിക്കുന്നത്? ദൈവത്തിൻ്റെ സഭ ഇന്ന് ഇസ്രായേലിനെ മാനിക്കുന്നതിൻ്റെ കാരണം ഇസ്രായേൽ നമ്മെപ്പോലെ തന്നെ ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. ആ സദ്വർത്തമാനം കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് ആണ് ഇന്ന് ദൈവത്തിൻ്റെ സഭയായി ലോകജാതികളിൽ നിന്ന് കർത്താവ് ജനത്തെ വേർതിരിച്ച് ഇന്ന് ആത്മീയ ഇസ്രായേലിലാക്കി തീർത്തിരിക്കുന്നു. എന്നാൽ അതിനു മുൻപ് വേറൊരു ഘട്ടമുണ്ട്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിയർ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ ഇസ്രായേലിയർ അവിടെ എത്തിയത് എങ്ങനെയാണ്? അവർ എത്തിയത് യാക്കോബും 70 പേരോടുകൂടി മിസ്രൈമിലേക്ക് വരുന്നതിന് മുമ്പ് കനാൻ ദേശത്ത് പാർത്തിരുന്നു. കനാൻ ദേശത്തുനിന്ന് മിസ്രൈമിലേക്ക് വന്നപ്പോൾ യോസേഫിൻ്റെ ഭവനമായിരുന്നു അവിടെ ശ്രേഷ്ഠ പദവിയിൽ. അവിടെ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ അവിടെ യഹൂദ ഗോത്രമായി അവിടുത്തെ വിശുദ്ധ മന്ദിരം. ഇങ്ങനെ തൻ്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് യാക്കോബ് പ്രാണരക്ഷാർത്ഥം ഒളിച്ചു പോകുന്ന ആ സമയം മുതൽ ഇന്ന് വരെയും ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. യാക്കോബ് ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് ഏശാവ് പറഞ്ഞ വാക്ക് അമ്മ കേട്ടു. കാരണം ഇസ്ഹാക്ക് ജീവിച്ചിരിക്കുന്നു, അപ്പനായ ഇസ്ഹാക്ക് ജീവിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ മിണ്ടുന്നില്ല. എന്നാൽ ഇസ്ഹാക്ക് മരിക്കുന്ന സമയം വരും, അന്ന് ഞാൻ എന്നെ ചതിച്ച യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് പറഞ്ഞു. ഇത് അമ്മ അറിഞ്ഞു. അമ്മ മകനോട് കാര്യം പറഞ്ഞു.
തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക്, അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് യാക്കോബിനെ വിട്ടു. യാക്കോബ് അവിടെ നിന്ന് ഓടി യാത്രയാകുമ്പോൾ അവൻ ബേഥേലിൽ വെച്ച് ദൈവം അവനെ കണ്ടു. അവൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. അവിടുന്ന് യാത്രയായി. അങ്ങനെ അമ്മാവൻ്റെ ഭവനത്തിൽ ചെന്നു. 2 ഭാര്യമാരെ സമ്പാദിച്ചു. ആടുമാടുകൾ, കുഞ്ഞുകുട്ടികൾ, അങ്ങനെ ദാസീദാസന്മാർ, വലിയൊരു സമ്പത്തുമായി അവിടെ നിന്ന് പോരുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് പിന്നീട് നാം കാണുന്നത്. യോസേഫിനെ സഹോദരന്മാർ വെറുത്തു. യോസേഫിനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. യോസേഫ് മിസ്രയീമിലേക്ക് പോയി. അവിടെ നിന്ന് യോസേഫ് മിസ്രയീമിൽ അനവധി കഷ്ടങ്ങളെല്ലാം സഹിച്ചതിന് ശേഷം ഫറവോൻ്റെ രാജസന്നിധിയിലെത്തി. അവൻ ഫറവോൻ്റെ പിതാവ് എന്നുള്ള സ്ഥാനത്തേക്ക് വരെ ഉയർന്നു. മാത്രമല്ല, ഭൂമിയിലൊക്കെയും മനുഷ്യന് ഭക്ഷിപ്പാൻ എങ്ങും ആഹാരമില്ലാതിരിക്കുമ്പോൾ യോസേഫിന് കർത്താവ് കൊടുത്ത ആലോചനയും പ്രകാരം സൂക്ഷിച്ചു വെച്ച ധാന്യം മിസ്രയീമിലുണ്ടായിരുന്നു. ആ ധാന്യത്തിൻ്റെ സകല പ്രവർത്തനങ്ങൾക്കും, സകല ദാനത്തിനും, സകല കൊടുക്കൽ വാങ്ങലുകൾക്കും യോസേഫ് ഉത്തരവാദിയായി തീർന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യാക്കോബിൻ്റെ കുടുംബത്തിന് കനാൻ ദേശത്ത് വെച്ച് ക്ഷാമം വന്നത്. ക്ഷാമം അവിടെയും വർദ്ധിച്ചപ്പോൾ ധാന്യം കൊണ്ടുപോകാനായിട്ട് മക്കളെ വിട്ടു. ഒടുവിൽ അവർ യോസഫിൻ്റെ അടുത്തെത്തി. യോസഫ് അപ്പനെയും കൂട്ടരെയും മുഴുവനും മിസ്രൈമിലേക്ക് കൊണ്ടുവന്നു ഗോശൻ ദേശത്ത് പാർത്തു. ഇത് ഇത്രയും ചരിത്രം കരുത്തിന് ശേഷമാണ്. 400-ൽ പരം വർഷങ്ങൾ അവിടെ താമസിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്ന് കനാൻ ദേശത്തേക്ക് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം പുറപ്പെടുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് യാത്രയാകുകയാണ്. ആ യാത്രയാകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയം ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ മന്ദിരവും ഇസ്രായേൽ അവൻ്റെ ആധിപത്യവുമായി തീർന്നു. അവിടെ നിന്ന് അവർ പുറപ്പെട്ടു വന്ന് ചെങ്കടൽ പിളർന്ന് ന്യായപ്രമാണം പ്രാപിച്ച് യോർദാൻ പിളർന്ന് കനാൻ ദേശത്തെത്തി ആധിപത്യം പ്രാപിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ ജനം അവിടെ വളരെ നാളുകൾ തലമുറയായി അവിടെ പാർത്തുവെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത കാണിക്കായാൽ എല്ലാം ചിതറി ജാതികളിലേക്ക് 4 ഭാഗത്തേക്കും ചിതറിപ്പോകാനിടയായി തീർന്നു. അങ്ങനെ മശിഹ ഒടുവിൽ കാലാവസാനത്തിങ്കൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ യഹൂദയിൽ നിന്ന് പിറക്കുവാനും കർത്താവായ യേശുക്രിസ്തു ലോകരക്ഷിതാവായി ഈ ലോകത്തിലേക്ക് വരുവാനും സാധിച്ചു. അന്നുവരെയുള്ള സകല അനുഭവങ്ങളും മാറിയതിന് ശേഷം യഹൂദ ഗോത്രത്തിൽ നിന്ന് ഉദിച്ച, അതായത് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് ഉദിച്ച യേശു എന്ന രക്ഷിതാവ് പുതിയ ഒരു നിയമം സ്ഥാപിക്കുകയും അന്നുവരെയുമുള്ള യാക്കോബും ഇസ്രായേലുമല്ല, പിന്നെയോ ആത്മീക യഹൂദൻ, ആത്മീക ഇസ്രായേൽ എന്നുള്ള പദവിയിൽ വേറൊരു തലമുറ ആരംഭിക്കുകയും ചെയ്തതാണ് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വന്തം ഭവനത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയ യാക്കോബ് അമ്മാവൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു കൂട്ടമായി തീർന്ന് മക്കളുടെ മക്കളുമായി പുറപ്പെട്ട ഇസ്രായേൽ കനാൻ ദേശത്ത് നിന്ന് മിസ്രൈം ദേശത്തേക്ക് വരുന്നത്, മിസ്രൈം ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് വരുന്നത്, കനാൻ ദേശത്ത് നിന്ന് ബാബേലിലേക്കും മറ്റ് ജാതികളുടെയിലേക്കും ബന്ധിക്കപ്പെട്ടവരായി പ്രവാസികളായി പോകുന്നത്, കാലാവസാനത്തിങ്കൽ അവർ കൊടുത്ത സകല നിയമത്തിനും ആത്മീക നിവൃത്തി വരുത്തിക്കൊണ്ട്, ആത്മീകമായി അർത്ഥം കൽപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു എന്ന രക്ഷിതാവ് യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്ന് പുതിയ നിയമം സ്ഥാപിച്ചതുമായ ആ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവസഭയിൽ കടന്നു വരുന്ന ഒരു പൈതലിൻ്റെ ചരിത്രം. അതായത് നാം നിൽക്കുന്ന ഈ സ്ഥാനത്ത് ഒരു യഹൂദൻ നിൽക്കേണ്ടതാണ്. നാം ഇന്ന് ആരാധിക്കേണ്ടുന്ന സ്ഥാനത്ത് യഹൂദന്മാർ ആരാധിക്കേണ്ടതാണ്.
എന്നാൽ അവർക്കിന്നും ഇത് ഭോഷത്വമായി നിൽക്കുന്നു. കാരണം അവർക്കത് മനസ്സിലായിട്ടില്ല. അവർക്കിന്നും മനസ്സിലായിട്ടില്ല. കൃപയാൽ നമുക്കത് വെളിപ്പെടുത്തി തന്നു. ആ കർത്താവിൻ്റെ ദയയാണ് ഇന്ന് നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആ അനുസരണക്കേണ്ട സമദൃഷ്ടാന്തത്തിൽ നാം ആകപ്പെടാതെ വണ്ണം. അനേകം പേർക്ക് അബദ്ധം പറ്റിയതാണ്. അബ്രഹാമിന് മക്കൾ ജനിച്ചപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിന് ഇസ്മായേൽ അവകാശിയായിരിക്കും എന്ന് ആദ്യം ധരിച്ചു. അതിനു മുമ്പും ധരിച്ചു എലയാസാർ എന്ന് പറയുന്ന ദാസനാണ് അവകാശി എന്ന് ധരിച്ചു. കർത്താവ് അകത്തിരുത്തി. വീണ്ടും അവർ വിചാരിച്ചു ഹാഗാറിൽ ജനിച്ച ഇസ്മായേലായിരിക്കും അവകാശി എന്ന് ധരിച്ചു. അതും തെറ്റി. ഇതാ വാഗ്ദത്തസന്ധിയായി ഇസ്ഹാക്ക് വന്നു. ഇസ്ഹാക്കായിരിക്കും വാഗ്ദത്തസന്ധി എന്ന് ഗ്രഹിച്ചു. അതും തെറ്റി. വാഗ്ദത്തസന്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അബ്രഹാമിൻ്റെ സന്ധി എന്ന് പറയുന്നത് യേശു കാണുന്ന പുതിയ നിയമം കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ഇന്ന് നാം എല്ലാവരും ഒരു ധാരണയിലാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുവാനുള്ളതാണ്. അതൊക്കെ നല്ല കാര്യം. അനുസരണക്കേണ്ട സമദൃഷ്ടാന്തത്തിൽ നാം വീഴാതിരിപ്പാൻ, അനേകർക്ക് പറ്റിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ നാം ദാസനല്ല, നാം പരിഹാസിയല്ല, നാം ജഡപ്രകാരമുള്ള വാഗ്ദത്തസന്ധി അല്ല, നാം ആത്മീയ പ്രകാരമുള്ള വാഗ്ദത്തസന്ധിയാണ്. അതുമാത്രമല്ല, കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഈ കാലഘട്ടത്തിലും ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പ് എത്രയെ രക്ഷിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന അസംഖ്യമായി നമുക്ക് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിനും നമുക്ക് എത്തിപ്പെടാത്ത തരത്തിൽ അത്രയധികം ഭക്തന്മാർ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ഇതിൽ എത്ര പേര് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തും, എത്ര പേര് കർത്താവിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠരായി തീരും എന്നുള്ളത് നമുക്കറിവില്ല. ദൈവത്തിന് വരുമ്പോൾ ആകയാൽ നാം ഭയപ്പെടുക, അതിനുവേണ്ടി ഉത്സാഹിക്കുക. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവ് അവനെ തള്ളിക്കളയുകയില്ല. ദൈവഭയം തീർന്നാൽ ഞാൻ തികഞ്ഞു എന്ന് ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുവാൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. ഞാൻ നിൽക്കുന്നു എന്ന് തോന്നിയാൽ ഒരിക്കലും അവൻ ആ സ്ഥാനം പ്രാപിക്കുകയില്ല. കാരണം ആത്മാവിലെ ദാരിദ്ര്യം കർത്താവിൻ്റെ അടുക്കൽ ചെന്നാലേ തീരൂ, എന്നേ തീരാവൂ. തനിക്ക് തന്നെ എളിയവൻ എന്ന് തോന്നുന്ന ആ തോന്നൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ടല്ലാതെ മാറ്റം വരാൻ പാടില്ല. കാരണം സുവിശേഷം അറിയിച്ചത് എളിയവരോടാണ്. എളിയവരെന്ന് പറഞ്ഞാൽ ആരാണ്? ലോകപ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. അപ്പോൾ തൻ്റെ ദൃഷ്ടിക്ക് എളിയവനായിട്ടുണ്ടോ? ഞാൻ എളിയവനാണ്, ഞാൻ ജ്ഞാനമില്ലാത്തവനാണ്, ഞാൻ ബലമില്ലാത്തവനാണ്, ഞാൻ കുലഹീനനാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ജനമുണ്ട്. ഇവരാണ് എളിയവർ. ആ ചിന്ത വചനം പറയുന്നത് നിങ്ങളെ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ നിങ്ങൾ ഇരുന്നുകൊള്ളുക അന്ത്യത്തോളം. അങ്ങനെയുള്ളവനെ ഭയവും ഉത്സാഹവും വിട്ടു മാറുകയില്ല. അവൻ എപ്പോഴും ഉത്സാഹിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. ഏറ്റവും വലുതാണ് ദൈവഭയം. ദൈവത്തെ ഭയപ്പെടുന്നവനെ ദൈവം മാനിക്കും. മറ്റെന്തിനേക്കാൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ അവൻ ഏറ്റവും കൃത്യമായ പാതയിൽ തന്നെയാണ്, എന്ന് സംശയമില്ല. എന്നാൽ ആര് നിൽക്കുമെന്ന് തോന്നിയോ, ആര് തനിക്ക് തന്നെ മതിയായെന്ന് തോന്നിയോ, ആര് തനിക്ക് തന്നെ ജ്ഞാനിയാണെന്ന് തോന്നിയോ, തനിക്ക് തന്നെ ബലവാനെന്ന് തോന്നിയോ, തനിക്ക് തന്നെ കുലീനെന്ന് തോന്നിയോ, അവൻ്റെ ജീവിതം അപകടത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ ഏതുമില്ലായ്മയെ നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. നമുക്ക് ഉത്സാഹിക്കാൻ തക്കവണ്ണം ആ പരമലക്ഷ്യത്തെ നമുക്ക് കാണണം. പരിശ്രമിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കണം. നിശ്ചയം ആത്മാവിനല്ലാതെ അത് സാധിക്കില്ല. ആഹാബ് രഥത്തിൽ പോകുമ്പോൾ അതിൻ്റെ മുൻപാകെ ഓടി ഒരാൾ ശബരിയിലെത്തണമെങ്കിൽ, അത്രയും ദൂരത്ത് ഓടി എത്തണമെങ്കിൽ അത് ഏലിയാവിന് സാധിക്കില്ല, ആത്മാവിൽ മാത്രമേ സാധിക്കൂ. ഏലിയാവ് ഓടി ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് നോക്കി സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവിനെ ഒന്ന് കാണണമെങ്കിൽ, അത് സ്തെഫാനോസ് അത് കണ്ടു. കാണണമെങ്കിൽ അത് ആത്മാവിനാൽ മാത്രമേ സാധിക്കൂ. ശത്രുവിൻ്റെ നേരെ ഒരു പട്ടണത്തിൻ്റെ വാതിൽ പറിച്ചെടുത്ത്
അവനെ പോകണമെങ്കിൽ ശിംശോന് സാധിക്കില്ല. ശിംശോന് സാധിക്കില്ല, അത് ദൈവത്തിൻ്റെ ആത്മാവിനെ സാധിക്കും. ഇതുപോലെ തന്നെ ഇന്ന് ആ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ, ആ പരമലക്ഷ്യത്തിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാനും പരിശ്രമിക്കാനും ആർക്ക് കഴിയും? ആർക്ക് കഴിയും? മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവ് തരുന്നവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ഓട്ടം ഓടുന്നവന് മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് ദൈവഭയം നമ്മെ വിട്ടു മാറാതിരിക്കട്ടെ, ഉത്സാഹം നമ്മെ വിട്ടു മാറാതിരിക്കട്ടെ, പരിശ്രമം നമ്മെ വിട്ടു മാറാതിരിക്കട്ടെ. ഇതിനൊക്കെയും ആധാരമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുമാറാതിരിക്കട്ടെ. ദൈവമേ, നിത്യമായ ആത്മാവ്, മനസ്സൊരുക്കമുള്ള ആത്മാവ് കർത്താവേ തരണമേ. ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. കർത്താവിൻ്റെ കരുണ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഉത്സാഹിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ മേൽ ആ പരമലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ യാത്ര ചെയ്യുവാൻ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൽ സഹായിക്കാം. ദൈവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.